السلام عليكم ورحمة الله وبركاته. استغفر الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا ومولانا محمد وعلى آله وأصحابه وأحفاده إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. إنكم سترون ربكم كما ترون القمر ليلة البدر أو كما قال محمد رسول الله. ونعل تدوس العرش روحي فداؤها إذا وضعت فوق الرؤوس لنا نعلو شفاء لنا من كل داء فإنما حقيقتها تاج وصورتها نعلو. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഏറ്റവും ആദരണീയരായ സയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ചിക്കോയ തങ്ങൾ, ബായാർ തങ്ങൾ അവരുകളെ, ഇപ്പോൾ നമ്മുടെ ഈ മജ്ലിസിലേക്ക് വന്നു ചേർന്ന ശൈഖുന ഉള്ളാളത്ത് ബാവ ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു അവരുകളെ, ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആവർത്തിക്കുന്ന അത്ഭുതങ്ങളായി സ്വലാത്തിന്റെ മജ്ലിസുകൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ബായാർ സ്വലാത്തിൽ 4 വർഷങ്ങൾക്ക് മുൻപ് വിനീതനായ എന്നെ തങ്ങൾ ക്ഷണിച്ച് ഇവിടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇപ്പോഴുണ്ടായ മാറ്റങ്ങളിലും സൗകര്യങ്ങളിലും ഏറ്റവും വലുത് ഈ കാണുന്ന വാഹന വ്യൂഹങ്ങളും 10,000 കണക്കിന് ജനങ്ങളും ഇവിടെ വന്നെത്താൻ
നമ്മുടെ കുമ്പള ബായാർ റോഡ് വളരെ നന്നായി എന്നുള്ളതാണ്. അള്ളാഹു അതിനുവേണ്ടി ശ്രമിച്ച മരിച്ചുപോയ നമ്മുടെ MLA റദ്ദുച്ച ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സിൽ എപ്പോഴും കാണുന്ന ബായാർ അബ്ദുള്ള മുസ്ലിയാർ, CA അബ്ദുള്ള മുസ്ലിയാർ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബറുകൾ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധ റജബിന്റെ മധുരത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും, വിശേഷിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് റജബ് നമ്മുടെ സുൽത്താന്റെ ആണ്ട് കൂടിയാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ 807ാമത്തെ ആണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുൽത്താനായ സുൽത്താനുൽ ഉലമ അവിടുന്നാണ് ഇപ്പോൾ ആണ്ടിന് നേതൃത്വം നൽകുന്നത്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അജ്മീറിനെ നമുക്ക് ഓർക്കണം, അജ്മീറിനെ നമുക്ക് പറയണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മാനമായി ഇന്ത്യയിലേക്ക് നിയോഗിതരാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഗൗസുൽ ആദം തങ്ങളുമായി കണ്ടുമുട്ടി. ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞു, ഞാൻ ബഗ്ദാദിലേക്ക് പോവുകയാണ്. ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, എന്നെ ബഗ്ദാദിലേക്ക് ആണ് നിയോഗിച്ചിട്ടുള്ളത്, നിങ്ങളെ ഇന്ത്യ രാജ്യത്തേക്കാണ് നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ശരിയാവുകയില്ല. നിങ്ങൾ അതാഉർ റസൂല, തിരുദൂതരുടെ സമ്മാനമായി ഇന്ത്യ രാജ്യത്തേക്കാണ് നിങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. അങ്ങനെയാണ് അവിടുന്ന് ഇന്ത്യ തെരഞ്ഞെടുത്തത്. റൗളത്തുൽ ഹിന്ദ് ഇന്ത്യ രാജ്യത്തിന്റെ റൗളയാണ്. അജ്മീർ ഷരീഫ് കഅബത്തുൽ ഉശ്ശാഖ്, ആശിഖീങ്ങളുടെ കഅബയാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഷരീഫ്. വമൻ ദഖലഹു കാന ആമിന എന്ന് പരിശുദ്ധമായ ഹറമിനെ കുറിച്ച്, മക്കയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വലിയ സമാധാനം കൊടുക്കുന്ന പുണ്യഭൂമിയാകുന്നു അജ്മീർ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. 807 വർഷം 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചു. അല്ലാഹുവേ, കോടാനകോടി കറാമത്തുകൾ, അനുഗ്രഹങ്ങൾ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വർഷിച്ചപ്പോൾ, ഇവിടെയുള്ള ഹൈന്ദവർക്ക് വർഷിപ്പിച്ചപ്പോൾ, ഇവിടെയുള്ള ജാതിമത ഭേദമന്യേ ഒരുപാട് ജനങ്ങൾ അത് ആസ്വദിച്ചപ്പോൾ, പൃഥ്വിരാജ് എന്ന് പറയുന്ന രാജാവ് ബഹുമാനപ്പെട്ടവരെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തി കുടിവെള്ളം വരെ തടഞ്ഞു പോയപ്പോൾ, ആ അനാസാഗറിൽ നിന്ന് ഒരു കൂജ വെള്ളം കോരി സൂക്ഷിച്ചു വെക്കുകയും അവിടത്തെ കറാമത്ത് കൊണ്ട് അനാസാഗർ എന്ന് പറയുന്ന വലിയ കായൽ പോലെ വലിയ ശുദ്ധജല തടാകമാണ്, അത് മുഴുവനും വറ്റി വരണ്ടുപോയി എന്നും ജനങ്ങൾക്ക് ജലക്ഷാമം, കുടിവെള്ളം ക്ഷാമം നേരിട്ടു എന്നും ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? എല്ലാവരും പഞ്ചപുച്ഛമടക്കി അവിടത്തെ മുന്നിൽ വന്ന് അവിടത്തോട് സങ്കടം പറഞ്ഞപ്പോൾ, താൻ കോരിവെച്ച ഒരു കൂജയിലെ ഒരു കുടത്തിലെ വെള്ളം കൊണ്ടുപോയി തിരിച്ചു ഒഴിച്ചു കൊടുത്തപ്പോൾ അത് മുഴുവനും നിറഞ്ഞു കവിഞ്ഞു. വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള അള്ളാഹു കൊടുത്ത കഴിവ്, ആ വെള്ളത്തെ രണ്ടാമത് ഉത്ഭവിപ്പിക്കാൻ അള്ളാഹു കൊടുത്ത കഴിവ്, ഇങ്ങനത്തെ അത്ഭുതങ്ങൾ, സമാനതകളില്ലാത്ത അത്ഭുതങ്ങൾ ലോകത്ത് കാണിച്ചു കൊടുത്തപ്പോൾ
പ്രിയപ്പെട്ടവരെ, ലക്ഷോപലക്ഷം ജനങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ മാത്രമല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നു, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നത് ഇന്ത്യ രാജ്യത്തെ മറക്കാനാകാത്ത അത്ഭുതമാണ്. അല്ലാതെ വാള് കാണിച്ചുകൊണ്ടോ യുദ്ധം ചെയ്തുകൊണ്ടോ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടോ അല്ല പരിശുദ്ധ ഇസ്ലാം ഇവിടെ വ്യാപിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ മശായിഖന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ യാഥാർത്ഥ്യത്തിന്റെ മുഴുവനും മടക്കമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാജ മുഈനുദ്ദീൻ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ഹസൻ ചിസ്തി സഞ്ചരി സുമ്മൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഗരീബ് നവാസ്, പാവപ്പെട്ടവന്റെ സംരക്ഷകൻ എന്നാണ് അവിടുത്തെ മറ്റൊരു പേര്. പ്രിയപ്പെട്ടവരെ, ഏത് ആധികാരിക പക്ഷത്തു നിന്നുള്ള അധികാരപക്ഷത്തു നിന്നുള്ള എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും ലോക മുസ്ലിമീങ്ങൾ, വിശേഷിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അവിടത്തോട് പറഞ്ഞ് തവസ്സുൽ ചെയ്താണ് അത് നേടിയെടുക്കുന്നത്. നിങ്ങൾ നോക്കി, എത്രയോ സംഭവങ്ങൾ പഴയകാല ജനങ്ങൾ അതൊക്കെയാണ് മാതൃകയാക്കുന്നത്. യാ മോറാദി യാ മോറാദി യാ മോറാദി യാ മോറാദി ശൈഖി മുഈനി മുറാദി യാ മൽജഅൽ ഉശാഖി ഖാജ മൗലായി മുഈനുദ്ദീൻ യാ കരീമൽ ആബായി. ചൊല്ലൂ യാ മോറാദി യാ മോറാദി യാ മോറാദി യാ മോറാദി ശൈഖി മുഈനി മുറാദി. പഴയ വലിയ മൗലിദ് കിതാബ് വേണം അജ്മീർ മൗലിദ് പാരായണം ചെയ്യണമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, പഴയകാല ജനങ്ങൾ, നമ്മുടെ പിതാമഹന്മാർ അത്തരം നേർച്ചകൾ വീടുകളിൽ നടത്തും. റജബ് മാസമായാൽ ഖാജാ തങ്ങളുടെ മാസമാണ്. ജമാദുൽ അവ്വൽ ബഹുമാനപ്പെട്ട കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മാസമാണ്. റബീഉൽ ആഖിർ ഗൗസുൽ ആദമിന്റെ മാസമാണ്. റബീഉൽ അവ്വൽ കാരുണ്യക്കടലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. റജബും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടി മാസമാണ്. എങ്ങനെയാണത് മാസം? ബഹുമാനപ്പെട്ട ഇമാം ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശർവാനിയിൽ വിവരിച്ചത് എന്താണ്? വഅഫ്ളലുൽ ലയാലി ലൈലത്തുൽ മൗലിദിശ് ശരീഫ്, രാവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്തിന്റെ മജ്ലിസാണ്, എന്റെയോ നിങ്ങളുടെയോ മജ്ലിസല്ല. അതുകൊണ്ട് സ്വലാത്ത് ഉറക്കെ ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാത്രിയാകുന്നു രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാവ്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത അറഫ ദിനത്തിനാണ്. രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ചോദിച്ചാൽ ലൈലത്തുൽ ഖദറാണെന്ന് പറയും ചില ആളുകൾ, അല്ലേ? വഅഫ്ളലുൽ ലയാലി, രാവിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലൈലത്തുൽ മൗലിദിശ് ശരീഫ്, ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാകുന്നു.
സുമ്മ ലൈലത്തുൽ ഖദ്രി 1000 മാസങ്ങളെക്കാൾ പോരിശയുള്ള ലൈലത്തുൽ ഖദ്റിന്റെ രാവ് അതിന് രണ്ടാമത്തെ സ്ഥാനമാകുന്നു. സുമ്മ ലൈലത്തുൽ ജുമുഅത്തി സുമ്മ ലൈലത്തുൽ ഇസ്രാഇ. അതാ ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. എന്നാൽ ബിന്നിസ്ബത്തി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിന്റെ 12-ാം രാവ് 1-ാം സ്ഥാനത്ത് എത്തുന്നത് ബിന്നിസ്ബത്തി ഇലൈനാ നമ്മിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ്. ബിന്നിസ്ബത്തി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുനബിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ലൈലത്തുൽ ഇസ്റാഇ വൽ മിറാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പോരിശയുള്ള രാവെന്ന് പറയുന്നത് ലൈലത്തുൽ ഇസ്റാഇ വൽ മിറാജ് ആകുന്നു. കാരണം ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ റആ റബ്ബഹു ബിഐനൈ റഅസിഹി. അല്ലാഹുവിന്റെ തിരുദൂതർ അവിടുത്തെ സ്വന്തം കണ്ണുകൊണ്ട് അവിടുത്തെ യജമാനനായ നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിനെ കണ്ടിട്ടുള്ളത് ലൈലത്തുൽ ഇസ്റായിലാകുന്നു. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. നിങ്ങളും അല്ലാഹുവിനെ കാണുന്നതാണ് 14-ാം രാവിലെ നിലാവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ കാണുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിനെ കാണാനാണല്ലോ 60-ലധികം വർഷം ഈ ഇരിക്കുന്ന മഹാൻ ഉള്ളാളത്ത താജുൽ ഉലമയുടെ പ്രധാന ശിഷ്യനായ ശൈഖുന ബാവു ഉസ്താദ് ദർസ് നടത്തി. എന്തിനാ? അല്ലാഹുവിനെ കാണാൻ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയതും കിതാബ് രചിച്ചതും എന്തിനാണ്? അല്ലാഹുവിനെ കാണാൻ. അവിടുത്തെ ഫത്ഹുൽ മഈന്റെ മുഖദ്ദിമയിൽ തന്നെയുണ്ട് അല്ലാഹുവിനെ കാണണം ബുക്റത്തൻ വഅശിയ്യാ. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ ലിഖാ ഉണ്ടാകണമെന്നാണ് ഈ ഇൽമിന്റെ ഖിദ്മത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണുന്നതാണ്. അല്ലാഹുവിനെ ആഖിറത്തിൽ വെച്ച് സ്വർഗ്ഗത്തിൽ വെച്ച് കാണുന്നതാണ്. ഈ ലോകത്ത് വെച്ച് കണ്ടിട്ടുള്ളത് ആദ്യവും അവസാനവുമായി കണ്ടിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. തഹയ്യ ലിതൽഖല്ലാഹ വഹദക ഖാലിയാ ഫഹ അൻത അംലകു സമാഇ തഖല്ലതി. നബിയേ, അല്ലാഹുവിനെ കാണാൻ വേണ്ടി തങ്ങളൊന്ന് ഒരുങ്ങണേ നബിയേ. അവിടത്തെ സ്വീകരിക്കാൻ വേണ്ടി കോടാനകോടി മലക്കുകൾ വരി വരിയായി നിന്നുപോയി. മുഖറബീങ്ങളായ മലക്കുകൾ നേതൃത്വം കൊടുത്തുപോയി. തങ്ങൾ ഒരുങ്ങി വരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി അല്ലാഹുവിന്റെ തിരുദൂതരെ അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അല്ലാഹുവിന്റെ സമക്ഷത്തിൽ എത്തിച്ചിട്ടുള്ള ഇസ്റാഇന്റെ രാത്രി കൊണ്ട് അനുഗ്രഹീതമാകുന്നു. റജബ് വസറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫി ദാജിം മിനൽ-ളുലമി. മക്കത്തെ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസാകുന്ന മറ്റൊരു ഹറമിലേക്ക് ലോകത്തിന്റെ നേതാവിനെ രാപ്രയാണം ചെയ്യിച്ച അല്ലാഹു എത്ര പരിശുദ്ധവാനാകുന്നു. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ചില ആളുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല, സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല, പിന്നെ എന്ത് വേണം, ഖബർ ഇങ്ങോട്ട് വന്നാൽ സിയാറത്ത് ചെയ്യാം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ യാത്രക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു തആല
ഇലൽ മസ്ജിദിൽ അഖ്സല്ലതി ബാറക്നാ ഹൗലഹു, ചുറ്റുഭാഗത്തും നാം ബറക്കത്ത് ചെയ്തിട്ടുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം നടത്തിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ചുറ്റുഭാഗത്തും ബറക്കത്തുണ്ടായതെന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ട വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ബിഖുബൂരിൽ അംബിയാ, അംബിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറുകൾ കൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തിന് മഹാത്മ്യമുണ്ടായതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഒരൊറ്റ രാത്രിയിലെ മണിക്കൂറുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളെ മുഴുവനും അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. അവർക്ക് ഇമാമായി നിസ്കാരം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അമ്പിയാക്കളും ആദരിച്ചു. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച രാത്രി റജബിന്റെ 27ാമത്തെ രാത്രിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള മിഅ്റാജിനെ സാക്ഷ്യം വഹിച്ചത് ഈ രാത്രിയാകുന്നു. ദഅനി تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. സഹയാത്രികനായ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറയുന്നത്, ഇനി എന്നെ വിട്ടുകൊണ്ട് തങ്ങൾ മുകളിലോട്ട് പോവുക നബിയേ, എനിക്കങ്ങോട്ട് കയറി വരാനുള്ള അർഹതയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് പോയ നിമിഷങ്ങളാണ്. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, അവിടുന്ന് ഭയപ്പെടണ്ട, അബ്ശിർ, സന്തോഷിക്കുകയാണ് വേണ്ടത്. തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഖയ്യൂമായ എന്നും നിലനിൽക്കാൻ യോഗ്യതയുള്ള അല്ലാഹുവിങ്കലേക്ക് തങ്ങൾ പോയി അവിടത്തോട് മുനാജാത്ത് നടത്തൂ നബിയേ. فدنا وتدلى فكان قاب قوسين أو أدنى وأوحى إلى عبده ما أوحى. ഖുർആനല്ലേ പറഞ്ഞത്, അല്ലാഹുവും തിരുദൂതരുമായി അടുത്തു, അമ്പും വില്ലും അടുക്കുന്നത് പോലെ അടുത്തു. فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى. ആവശ്യമായ വഹയുകൾ, സന്ദേശങ്ങൾ കൈമാറി അവിടുത്തെ ഹൃദയം അത് നിഷേധിക്കുന്നതല്ല. അതാണ് അങ്ങനെ ഒരു സാമീപ്യം, അങ്ങനെ ലോകത്തെ സൃഷ്ടികളിൽപ്പെട്ട ഒരു ശക്തി സൃഷ്ടാവുമായി അടുക്കുക പോലും ചെയ്തിട്ടില്ല. അല്ലേ? വലിയ വലിയ ആളുകൾ സമ്മേളിക്കുമ്പോൾ നടക്കാത്ത കാര്യമാണോ? എതിരാളികളാണോ? വൻകിട ശക്തികളാണോ? അവരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ആ യോഗത്തിന്റെ ചർച്ച, അവിടെ എന്താണ് ചർച്ച ചെയ്തത് എന്ന് എല്ലാവരും ചിന്തിക്കുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മാനങ്ങളും സ്വീകരണങ്ങളും തോരണമാലകളും അതുപോലെ വലിയ വലിയ സ്വീകരണങ്ങളും എന്തായിരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടെ? അത്തഹിയ്യാതു ലില്ലാഹി, അത്തഹിയ്യാതു അൽ മുബാറകാതു വസ്സലവാതു അത്വയ്യിബാതു ലില്ലാഹ്. അടിമകളാകുന്ന ആളുകൾ, താഴേക്കിടയിലുള്ള ആളുകൾ യജമാനനെ കാണാൻ പോകുന്ന സമയത്ത് ഒരു വലിയ സമ്മാനം അവർ കൊടുക്കും, ഹദിയ കൊടുക്കും. എത്ര വലിയ ആളുകളാണെങ്കിലും ഹദിയ സ്വീകരിക്കും. സയ്യിദന്മാർക്ക് സദഖ സ്വീകരിക്കാൻ പാടില്ല, അവരും ഹദിയ സ്വീകരിക്കും. അങ്ങനെയല്ലേ?
നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുചേലനും കുബേരനും കൂടി ശ്രീകൃഷ്ണനും കൂടിയൊക്കെ കാണാൻ പോയ പാഠങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പൊ ഒരു സമ്മാനം കൊണ്ടുപോവുക എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവലുമാ മലരുമാ ഫലവുമാ മേധാശക്തി മലർക്കന്യമണവാളനൊക്കെയുമാകും മലങ്കള മനസ്സിൽ ഇന്നെന്തു വേണ്ടെന്നറിയാഞ്ഞു മലക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. താഴേക്കിടയിലുള്ള ആളുകൾ പോകുമ്പോൾ യജമാനന്മാർക്ക് സമ്മാനം കൊണ്ടുപോകും. ലോകത്തിന്റെ നേതാവാണ് പോകുന്നതല്ലോ, സൃഷ്ടാവിലേക്കാണ് പോകുന്നതല്ലോ. മാതൃകയാക്കാൻ മുമ്പ് ഒരാളും പോയിട്ടില്ലല്ലോ. കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബോധം കെട്ട് വീണ മൂസ അലൈഹിസ്സലാമാണല്ലോ മുമ്പിലുള്ളത്. ആരും കണ്ട ചരിത്രമില്ല. എന്ത് കാഴ്ചയാണ് വെക്കേണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിമും ലോകത്തുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ചരിത്രമല്ലേ അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്തയ്യിബാത്തു ലില്ലാഹ്. എല്ലാ തിരുമുൾക്കാഴ്ചകളും, എല്ലാ പ്രസന്റേഷനുകളും, എല്ലാ നല്ല കാര്യങ്ങളും, എല്ലാ ബറക്കത്താക്കപ്പെട്ട അംശങ്ങളും പടച്ചവനെ നീയാണല്ലോ സൃഷ്ടിച്ചത്, അതൊക്കെ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതിനേക്കാൾ വലിയ ഒരു കാഴ്ച ഇനി ആർക്കും അവിടുത്തെ സമക്ഷത്തിൽ സമർപ്പിക്കാൻ സാധ്യമല്ല. എല്ലാം അർപ്പിച്ചു. അല്ലാഹു എന്ത് ചെയ്തു? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ നബിയായവരേ, അല്ലാഹുവിന്റെ എല്ലാ സംരക്ഷണവും തങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഓ നബിയായവരെ, അല്ലാഹുവിന്റെ എല്ലാ സംരക്ഷണവും തങ്ങൾക്കുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ മിൻഹാജിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഐസ്സലാമത്തു മിനൽ ആഫാതി അലൈക. എല്ലാ വിപത്തുകളിൽ നിന്നുമുള്ള സർവത്ര സംരക്ഷണവും നബിയേ തങ്ങൾക്കാകുന്നു. ഇവിടെയൊക്കെ വലിയ വലിയ ചർച്ചകളുണ്ട്. സ്വന്തം മാതാപിതാക്കളെ നിസ്കാരത്തിൽ ഒരാൾ വിളിച്ചാൽ, അവരുടെ വിളി കേട്ടുപോയാൽ, അവരുമായി ഒന്ന് അഭിമുഖം നടത്തിപ്പോയാൽ, 5 വർഷം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന മകനോട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് മകൻ സലാം മടക്കി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അവന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് നിസ്കരിക്കണം. പ്രിയപ്പെട്ടവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിമുഖം നടത്തിയിട്ടില്ലെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കും, അഭിമുഖം നടത്തിയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. കണ്ടോ? തിരുനബി വിളിച്ചാലുത്തരം നിർബന്ധമാ. ഫർദായ നിസ്കാരത്തിലും അത് നിയമമാ. പോകേണ്ടതായി വന്നാലുടൻ നടന്നെങ്കിലും പോകൽ വുജൂബ. ഖിബ്ല തെറ്റുന്നെങ്കിലും നിസ്കാരത്തിനുടവൊന്നുമില്ലത് കൊണ്ട് അത് തിരുനബിക്കല്ലാതെ മറ്റാർക്കുണ്ട്? ഒരൊറക്ക സ്വലാത്ത് ചൊല്ലൂ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ അല്ലാതെ നിസ്കാരത്തിൽ ഓർക്കാൻ നിവൃത്തിയില്ല, പറയാൻ നിവൃത്തിയില്ല, സലാം ചൊല്ലാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ സലാമിനെ പറ്റി ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഖുതിബ ഇശാറതൻ ഇലാ അന്നഹുൽ വാസിതത്തുൽ ഉളുമാ. മാതാവിനെ അഭിമുഖം
അഭിമുഖം നടത്തിയാൽ നിസ്കാരം ബാത്തില്. പിതാവിനെ അഭിമുഖം നടത്തിയാൽ നിസ്കാരം ബാത്തില്. അസ്സലാമു അലൈക യാ അബി എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിമുഖം നടത്തിയിട്ടില്ലെങ്കിൽ, സലാം ചൊല്ലിയിട്ടില്ലെങ്കിൽ, വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. എന്തേ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നോ? അള്ളാഹുവിന് വേണ്ടി മാത്രം നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് വജ്ജഹ്തുവിൽ പറഞ്ഞുവല്ലോ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാ വൽ അർള സയ്യറനി ഹനീഫൻ മുസ്ലിമാ ഇന്ന സ്വലാത്തി വനുസുക്കി ثم محياي ومماتي لك اللهم. അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്ന നിസ്കാരത്തിൽ എങ്ങനെയാണ് തിരുനബിയെ അഭിമുഖീകരിക്കാനുള്ള അവസരം കിട്ടിയത്? ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇശാറത്തൻ ഇലാ അന്നഹുൽ വാസിത്തത്തുൽ ഉളുമാ. നാം ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള 10,000-കണക്കിന് ജനങ്ങൾ ഉൾപ്പെടെ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ഏറ്റവും വലിയ മധ്യവർത്തി, ഏറ്റവും വലിയ വസീലത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാകുന്നു. മാത്രവുമല്ല വഇലാ അന്നഹു അക്ബറുൽ ഖുലഫാഇ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഖലീഫ എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പഠിപ്പിക്കാനാകുന്നു. മാത്രവുമല്ല വലാ യുംകിനു ഹുസൂലു ഹദ്റത്തിൽ ഖുർബി ഇല്ലാ ബിദലാലതിഹി വഹുദൂരിഹി. ഇതെല്ലാം അൽഹംദുലില്ലാഹ് ബായാർ സ്വലാത്തിലുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. لا يمكن حصول حضرة القرب إلا بدلالته وحضوره. അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കണമോ, അവന്റെ ഇഷ്ടം സമ്പാദിക്കണമോ, എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചുകൊണ്ട് അവിടത്തെ ഹാജരാക്കാതെ സാധിക്കുകയില്ല. ഏറ്റവും വലിയ ഖലീഫ അവിടെ നിന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും വലിയ വസീല അവിടുന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബിയോട് ഇങ്ങനെ നേർക്കുനേരെ സലാം പറയേണ്ടി വന്നതെന്ന് മഹത്തുക്കളായ ഫുഖഹാ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നു. ആ സലാമാണ് അല്ലാഹുവിന്റെ തിരുദൂതർ അവിടെ പോയി മുനാജാത്ത് ചെയ്തപ്പോൾ അല്ലാഹു ഇങ്ങോട്ട് ചൊല്ലിയ സലാമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ വെച്ചുണ്ടായ സലാമിനെ പറ്റിയാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. എല്ലാ വിപത്തുകളിൽ നിന്നുമുള്ള സുരക്ഷയാണ്, ഏറ്റവും വലിയ ഖലീഫയാണെന്നുള്ള മുന്നറിയിപ്പാണ്, ഏറ്റവും വലിയ വസീലയാണെന്നുള്ള മുന്നറിയിപ്പാണ്. പ്രിയപ്പെട്ടവരെ, ആ വസീല ലഭിക്കാതെ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയുകയില്ലെന്ന ഏറ്റവും വലിയ സൂചനയാണെന്ന് ഈ സലാമിനെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോഴതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, പടച്ചവനെ എനിക്ക് രക്ഷയുണ്ട്, സലാമുണ്ട്, എനിക്ക് രക്ഷയുണ്ട്, സലാമുണ്ട്. എന്റെ പാവപ്പെട്ട ഉമ്മത്തികൾക്കും അത് വേണമല്ലോ. ബായാറ് തടിച്ചുകൂടുന്ന ജനങ്ങൾക്കത് വേണം, കാടാമ്പുഴ തടിച്ചുകൂടുന്ന ജനങ്ങൾക്കത് വേണം, ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കെല്ലാം അത് വേണം. മഅദിനിന്റെ സ്വലാത്ത് നഗറിലെ മുഅ്മിനീങ്ങൾക്കത് വേണം. അസ്സലാമു അലൈനാ, നമുക്കതുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു, അൽഹംദുലില്ലാഹ്. വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, ഈ നല്ല ജനങ്ങൾക്കും അവിടുന്ന് സലാമത്ത് നൽകണം
നൽകണമെന്ന് നമ്മുടെ ഹബീബ് മിഅ്റാജിന്റെ രാത്രിയിൽ സർവശക്തനായ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. ആ സലാമത്ത് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. സാലിഹീങ്ങൾക്ക് ചോദിച്ചു വാങ്ങിയത് കൊണ്ടാണ് സാലിഹല്ലാത്ത വഹാബിക്ക് സലാം പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. കണ്ടോ, സാലിഹല്ലാത്ത മൗദൂദിക്ക് സലാം പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വാലിഹീങ്ങൾക്ക് ചോദിച്ചു വാങ്ങിയത് കൊണ്ടാണ്. സ്വാലിഹല്ലാത്തവർക്ക്, സുന്നിയല്ലാത്തവർക്ക്, യഥാർത്ഥ അഖീദയുടെ നന്മകൾ ഇല്ലാത്ത ആളുകൾക്ക് ഈ സലാം പറയാൻ പാടില്ല എന്നതിന് മുത്തഫഖ് അലൈഹിയായ അത്തഹിയ്യാത്തിന്റെ ഹദീസ് തന്നെ ഏറ്റവും വലിയ തെളിവാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വാലിഹീങ്ങളിൽ പെടാത്ത ഒരു ദുരുദ്ദേശമോ ഒരു നിഫാഖോ ഒരു ബിദ്അത്തോ ഇല്ലാതെ അടിയങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ അജ്മീരിന്റെ മാസം, അഷ്റഫുൽ ഖൽഖിന്റെ മാസം, ഇസ്രാഇന്റെ മാസം, മിഅ്റാജിന്റെ മാസം, റജബുൻ അവ്വലു ശുഹൂരിൽ ബറക അൽ മുൻഖിദതു മിൻ കുല്ലി ശിദ്ദത്തിൻ വഹൽക റജബുൻ ശഹറുല്ലാഹിൽ അസബ്ബു തുസബ്ബു ഫീഹിൽ ബറകാതു അലൽ ബറായാ. വെള്ളിയാഴ്ച ഖുത്ബയാണ്. ഏറ്റവും സംശുദ്ധമായ മാസമാണ് റജബ്. അല്ലാഹുവിന്റെ മാസമാണ്. സൃഷ്ടികൾക്ക് അല്ലാഹു തആല ബറക്കത്ത് ഇങ്ങനെ ചൊരിഞ്ഞ് ചൊരിഞ്ഞ് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ്. ബാരിക് ലനാ ഫീ റജബ വ ശഅബാന വബല്ലിഗ്നാ റമളാന വവഫിഖ്നാ ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹു റജബിൽ നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ശഅബാനിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. റമളാൻ ശരീഫിനെ യഥാവിധി സ്വീകരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാം ബറക്കത്തിന് അല്പാൽപ്പം നമുക്ക് പറയാം. അങ്ങനെയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ചില ആളുകൾക്ക് ബായാറ് സ്വലാത്തിൽ തടിച്ചുകൂടുന്ന ജനങ്ങളെ കണ്ടിട്ട് അവർക്ക് കണ്ണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബായാർ സ്വലാത്തിൽ തടിച്ചുകൂടുന്ന ജനങ്ങളെ കണ്ടിട്ട്, ആംബുലൻസുകൾ കണ്ടിട്ട്, രോഗം ശിഫയാകുന്നത് കണ്ടിട്ട് ചില ആളുകൾക്ക് അസൂയ സഹിക്കാൻ കഴിയുന്നില്ല. ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സലാത്ത് മജ്ലിസുകളുടെ അധിപനായ സയ്യിദുനാ ബായാർ തങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഒരു ആയത്ത് മാത്രം ഞാൻ അതിനുവേണ്ടി നിങ്ങളോട് ഓതുകയാ. എല്ലാ മഹത്തുക്കളും അവരുടെ കറാമത്തുകളും അവരുടെ അനുഗ്രഹങ്ങളും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി, അവിടുത്തെ സലാത്ത് വഴി, അവിടുത്തെ വസീല വഴി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചില സലാത്തിന്റെ നേതാക്കന്മാരെ പറ്റി ചില ചെരിഞ്ഞ പത്രങ്ങൾ എഴുതുന്നത് എന്താ? ആൾ ദൈവം. എന്ത് ആൾ ദൈവം? അങ്ങനെ ആൾ ദൈവത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആൾ ദൈവം അവന്റെ ഭാഷയാ. അള്ളാഹു അവർക്ക് സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ നിങ്ങൾ വരണമെന്ന് ലോകത്തൊരു സൂഫി പറഞ്ഞിട്ടില്ല, ഒരു വലിയ പറഞ്ഞിട്ടില്ല, ഒരു നബി പറഞ്ഞിട്ടില്ല. ഖുർആനല്ലേ, മാ കാന ലിബശരിൻ അൻ യുഅതിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. അല്ലാഹു ഹിക്മത്ത് കൊടുത്ത, നുബുവത്ത് കൊടുത്ത, കറാമത്ത് കൊടുത്ത, ദുആക്ക് ഇജാബത്ത് കൊടുത്ത ഏതെങ്കിലും ഒരു സാലിഹായ മനുഷ്യൻ അവന് യോജിച്ച പണിയല്ല അള്ളാഹിനെ വലിച്ചെറിഞ്ഞിട്ട് ഇനി കൂനു ഇബാദൻ ലീ മിൻ ദൂനില്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ ആൾ ദൈവമാക്കിക്കോളൂ എന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല.
പറയുകയില്ല. അത് അവർക്ക് യോജിച്ച പണിയേ അല്ല. പിന്നെ അവരെന്താ പറഞ്ഞത്? കൂനൂ റബ്ബാനിയീന, നിങ്ങളൊക്കെ ഞങ്ങളെ അനുസരിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട്, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുർ റബ്ബാനി അൽ മദനി ത്സാനി താജുൽ ഉലമാ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെ ഒരു കറാഹത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ ഇടയിലൂടെ ജീവിച്ച മുഹീദ്ദീൻ ശൈഖല്ല, റിഫായി ശൈഖല്ല, നമ്മുടെ ഇടയിൽ ജീവിച്ച, നാം 100 വട്ടം കണ്ടിട്ടുള്ള മഹത്തുക്കളെ പോലെയുള്ള അവരുടെ ബുഖാരി കുടുംബത്തിലെ ചുറുചുറുക്കുള്ള ഇടിപ്രഹരം പോലെ പ്രസംഗിക്കുകയും ദുആ നടത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങളെ പോലെയുള്ള ആളുകൾ. അവര് പറയുന്നത് എന്താ? വഴിപ്പെട്ടോ, സലാത്ത് ചൊല്ലി ദുആ ചെയ്തോ, രോഗം മാറും. വലാകിൻ കൂനൂ റബ്ബാനിയീന, പരിപാലിക്കുന്ന അഥവാ ഉലമാ ആമിലീന, നല്ല പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള ഉലമാഇന്റെ സഫിൽ നിങ്ങൾ അണിനിരന്നോളൂ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ, നിങ്ങൾ പഠിച്ചതും പഠിപ്പിക്കുന്നതും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ നേതൃത്വം സ്വീകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഒരു വലിയ പറയുകയുള്ളൂ, ഒരു നബി പറയുകയുള്ളൂ, ഒരു മഹാത്മാവ് പറയുകയുള്ളൂ. അള്ളാഹുവിനെ വലിച്ചെറിഞ്ഞ ആൾ ദൈവങ്ങളുമാകണമെന്ന് പറയില്ല. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് കൊണ്ടും ദിക്ർ കൊണ്ടും ഖുർആൻ കൊണ്ടും ബുഖാരി മറ്റ് സയ്യിദന്മാരുടെ ഖബീല ആ മഹത്തുക്കളെ കൊണ്ടും അവർ നടത്തുന്ന ചികിത്സകൾ അത് വ്യാജ ചികിത്സയല്ല, അത് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയുള്ള ചികിത്സയാണ്. സ്വലാത്ത് ചൊല്ലിയ ദുആയാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, ആ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുക പോലുമില്ല. അങ്ങനത്തെ വലിയ വലിയ ഇജാബത്തിന്റെ മജ്ലിസുകളെ നാം വാരിപ്പുണരുമ്പോൾ അതിന്റെ ഇടയിലൂടെ വ്യാജന്മാര് വരുന്നുണ്ട്, രോഗചികിത്സയുടെ വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മത്തികളെ, മുഅ്മിനീങ്ങളെ, നമുക്ക് ആലിമീങ്ങൾ നേതൃത്വമുണ്ട്, സാദാത്തീങ്ങൾ നേതൃത്വമുണ്ട്, വലിയ വലിയ മല പോലെയുള്ള ആലിമീങ്ങളുടെ നേതൃത്വമുണ്ട്, സുൽത്താനുൽ ഉലമയുടെ നേതൃത്വമുണ്ട്. അങ്ങനെ നേതൃത്വമുള്ള നമ്മളാരും ഒരു വ്യാജന്റെ പിന്നിൽ പോയി നമ്മളാരും സമയം കളയരുത്. അതും ഇതും ഒരുപോലെയാണെന്ന അബദ്ധം മനസ്സിലാക്കി പോകരുത്. കാടാമ്പുഴ സ്വലാത്തായിരുന്നാലും ബായാർ സ്വലാത്തായിരുന്നാലും ഇന്ന് 10,000 ആണെങ്കിൽ നാളെ 15,000. ഞാൻ രാവിലെ 8 മണിക്കുള്ള ട്രെയിനിലാണ് വന്നിറങ്ങിയത്. നോക്കുമ്പോ എല്ലാം ബായാറിലേക്കുള്ള ജനങ്ങളാണ്. മാലിക് ദീനാറിൽ പോയി അവിടുന്ന് ബസ് കാത്ത് അവരൊക്കെ ഇങ്ങോട്ട് വരികയാണ്. വരുന്ന വാഹനങ്ങളുടെ തിരക്കുകൾ, ഈ കിടക്കുന്ന വാഹനങ്ങളൊക്കെ സ്വലാത്തിന് വേണ്ടി വന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. അവിടുത്തെ സ്വലാത്തിന് വേണ്ടി വന്നതാണ്. അവിടുത്തെ പേരക്കുട്ടിയുടെ ദുആക്ക് ആമീൻ പറയാൻ വന്നതാണ്. ലിഅന്നഹുൽ വാസിതത്തുൽ ഉളുമാ, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെയും അവന്റെ ഹബീബ്, അള്ളാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ വാസിത്ത എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീനായ ഉപ്പാപ്പ എന്ന് പറഞ്ഞുള്ള അവിടുത്തെ ദുആ ഞാൻ നിങ്ങളോട് ഉറക്ക സലാത്ത് ചൊല്ലാൻ പറയണം. തങ്ങൾക്കത് പറയേണ്ടതില്ല. തങ്ങൾ നിന്നാൽ സലാത്ത് ഉറക്കയായി, ആമീൻ ഉറക്കയായി. ഷിഫാക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ജനങ്ങൾ, അവരൊക്കെ ആമീൻ പറയുന്ന ഈ സദസ്സിൽ നമുക്ക് ആവശ്യമായതൊക്കെ അല്ലാഹു തആല തരും. ഞാൻ നീട്ടി പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, കൃത്യസമയത്ത് ഇത് മാറണം. ഇത് അവസാനിച്ചുകൊണ്ട് ജനങ്ങൾക്കൊക്കെ പിരിഞ്ഞു പോകണമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ അനുവാദം ചോദിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ആലപ്പുഴ ജാമിയ ഹാഷിമിയ, കൊല്ലം ICS രണ്ടും വിനീതനായ ഞാൻ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ
ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്, ആലപ്പുഴ ഹാഷിമിയയിൽ മെയ് 1-ാം തീയതി ബഹുമാനപ്പെട്ട സയ്യിദുനാ ബായാർ തങ്ങൾ അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ഞങ്ങൾ നടത്തിവരുന്ന 215-ാമത്തെ സ്വലാത്ത് മജ്ലിസിൽ തങ്ങൾ പങ്കെടുക്കുന്നു. ആ സ്വലാത്ത് മജ്ലിസിൽ ഞങ്ങൾ നിർമ്മിക്കാൻ ഇന്നലെ തുടങ്ങിയ കെട്ടിടത്തിന്റെ മജ്ലിസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരു ബലാ, ആഫത്ത്, മുസീബത്ത് ശത്രുവിന്റെ കണ്ണുകളിലും പെട്ടുപോകാതെ അല്ലാഹുവിന്റെ മലക്കുകളുടെ സംരക്ഷണം കൊണ്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മഹാന്റെ തൃക്കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. നിങ്ങളെ ആ വിവരം അറിയിക്കുന്നു, സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒരു വർഷം സിഹാഹുസിത്ത 6 ഗ്രന്ഥങ്ങൾ ബറക്കത്തിന് ഓതി 7 വർഷത്തോളം ഉസ്താദ്മാരെ കീഴിൽ ഓതിയ യുവപണ്ഡിതന്മാർക്കാണ് സനദ് കൊടുക്കുന്നത്, ഹാഫിദീങ്ങൾക്കാണ് സനദ് കൊടുക്കുന്നത്. നിങ്ങളതിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭിവന്യരായ എന്റെ നേതാവ് തങ്ങളവറുകളോടും നിങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ദുആയിൽ പങ്കെടുപ്പിക്കണം. തങ്ങളെ ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്നെയും ഫോൺ ചെയ്ത് ഇന്നലെ മുതലേ പറയാൻ തുടങ്ങി. പത്രത്തിൽ കണ്ടപ്പോ, എന്റെ പേര് കണ്ടപ്പോ എന്നോടും പറയാൻ തുടങ്ങി. അതെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഹ്രസ്വമായ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ സ്വലാത്തിൽ പങ്കെടുത്തതിന്റെ 2 വാക്ക് പറഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം ബറക്കത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അടിയങ്ങളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.